നമസ്കാരം. പൗർണമി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബ പ്രാർത്ഥനയിൽ ഒന്നുചേരുക. പ്രാർത്ഥന കൂടാതെ മുന്നേറുവാനാവില്ല. പാപ്പ. സ്നേഹം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശ്വാസ പരിശീലകരുടെ കോൺഫറൻസ് ശനിയാഴ്ച 14-ാം തീയതി നടന്നു. ഡിസംബർ 21 ശനിയാഴ്ച കുടുംബ കൂട്ടായ്മ വനിതാ ഭാരവാഹികളുടെ സംഗമം നടന്നു. കാരുണ്യ ഭവനങ്ങൾ തുടർച്ചയായി. വാർത്തകൾ വിശദമായി. കുടുംബ പ്രാർത്ഥനയിൽ ഒന്നുചേരുക. പ്രാർത്ഥന കൂടാതെ മുന്നേറുവാനാവില്ല. പാപ്പ. ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും തിരുപ്പിറവി തിരുനാൾ ആശംസകൾ കൈമാറി. ശനിയാഴ്ച വത്തിക്കാനിൽ മാതാപിതാക്കളും മക്കളും മുത്തശ്ശിമാരും കൊച്ചുമക്കളും ഐക്യത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. മുൻ വർഷങ്ങളിൽ എന്ന പോലെ തിരുപ്പിറവി തിരുനാൾ ആശംസകൾ കൈമാറുന്നതിനായി വത്തിക്കാനിലെ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളുമായി പോൾ ആറാമൻ ശാലയിൽ വെച്ച് ശനിയാഴ്ച 21/12/2024 നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ ഫ്രാൻസിസ് പാപ്പ തൊഴിൽ, കുടുംബം എന്നീ രണ്ട് മൂല്യങ്ങളെ അധികരിച്ച് ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്നേഹം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പ ക്രിസ്മസ് പുതുവത്സര ദിനാശംസകൾ അറിയിക്കുന്നതിനും തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതിനുമായി ഇറ്റലിയിലെ കത്തോലിക്ക കൃത്മക കൂട്ടായ്മ അഥവാ അദവിയോനെ അംഗങ്ങൾ വത്തിക്കാൻ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. തദവസരത്തിൽ പാപ്പ അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്ത്യ സന്ദേശം നൽകുകയും ചെയ്തു. അതിരൂപത വാർത്തകൾ. വിശ്വാസ പരിശീലകരുടെ കോൺഫറൻസ് ശനിയാഴ്ച 14-ാം തീയതി നടന്നു. ഏകദേശം 3000 പേർ പങ്കെടുത്തു. മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 21 ശനിയാഴ്ച കുടുംബ കൂട്ടായ്മ വനിതാ ഭാരവാഹികളുടെ സംഗമം നടന്നു. 9 മണി മുതൽ 1 മണി വരെയാണ് സംഗമം നടന്നത്. സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ കുരിയച്ചിറ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. കാരുണ്യ ഭവനങ്ങൾ തുടർച്ചയായി. ഇടവകയുടെ ജൂബിലി പ്രമാണിച്ച് നടത്തുന്ന കാരുണ്യ പ്രവൃത്തികളുടെ ഭാഗമായി പുതിയ കാരുണ്യ ഭവനത്തിന് ഇടവക വികാരി ഫാദർ സ്റ്റാസൻ കല്ലക്കാടൻ തറക്കല്ലിട്ടു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് 7ാം ക്ലാസ്സിൽ നിന്നും കാതറിൻ.